ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഞാൻ ഒരു മാസം മുന്നേ ഇട്ട വീഡിയോന്റെ സെക്കൻഡ് പാർട്ടാട്ടോ ഇത്. ആ വീഡിയോയിൽ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് കറങ്ങി ഒരു ട്രെയിനിലൊക്കെ കയറിയിരുന്നു. ഈ വീഡിയോയില് ആ ട്രിപ്പിന്റെ ബാക്കി എന്തൊക്കെയാ വഴിന്ന് കണ്ടേന്നും എന്തൊക്കെയാ ചെയ്തേന്നൊക്കെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഫുൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, ഹൈപ്പ് ഒന്നും വിട്ടോണ്ട. ഈ ട്രെയിൻ പിടിച്ച് ഞാൻ വടകരയിലോട്ടേക്കാണ് പോകുന്നത്. സമയം കാൽക്കുലേറ്റ് ചെയ്തത് ഇത്തിരി നേരത്തെ ആയി പോയത് കൊണ്ട് ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇത്തിരി നേരത്തെ എത്തിയിരുന്നു. സോ ഞാൻ ഈ ട്രെയിന് വരുന്നവരെ അവിടെയൊക്കെ കറങ്ങി നടന്നു. ദാ ഈ കാണുന്നത് എലത്തൂരുള്ള HP-ന്റെ പെട്രോളിയം ഡീസലിന്റെ ഒക്കെ സ്റ്റോറേജ് ടാങ്ക്സ് ആട്ടോ. തിരിച്ച് കോഴിക്കോട് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ ഈ ടാങ്ക്സ് ഒക്കെ ലാൻഡ്മാർക്ക് ആക്കിയിട്ടാണ് ട്രെയിനിൽ നിന്ന് ഇറങ്ങാനൊക്കെ തയ്യാറാവാറ്. പിന്നെ പോകുന്ന വഴി 2-3 ബ്രിഡ്ജൊക്കെ ഉണ്ട്. അതല്ലാതെ വേറെ കാര്യമായിട്ട് കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയ വടകര റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സ്റ്റേഷനിൽ മൊത്തം ഡെവലപ്മെന്റ് വർക്ക്സും റിനോവേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറെ കാലത്തിന് ശേഷമാണ് വടകര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത്. അപ്പത്തേക്കും ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. പാർക്കിംഗ് സ്പേസ് ഒക്കെ നല്ല സ്പേഷ്യസ് ആക്കിയിട്ടുണ്ട്. പിന്നെ ടിക്കറ്റ് ഒക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ ഡിജിറ്റൽ ടിക്കറ്റ് മെഷീൻസും വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ വഴി പുറത്തോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് വടകര റെയിൽവേ സ്റ്റേഷനിലെ വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഇനി ഇവിടുന്ന് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്ത് അടുത്ത ലൊക്കേഷനിൽ വെച്ച് കാണാം. അവിടുത്തെ പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഇപ്രാവശ്യം നമ്മള് ബസ്സിലാണ് യാത്ര. ടൗണിലോട്ടേക്ക് പോകുന്ന വഴി അപ്രോക്സ് ഒരു പാവങ്ങാട് തൊട്ട് മൊത്തം ഓരോരോ കമ്പനികളെ ഷോറൂമോ സർവീസ് സെന്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിന്റെ ബ്രാഞ്ചോ കാണും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു തരുന്നതിന്റെ മുന്നേ തന്നെ ബജാജിന്റെയും ഹ്യുണ്ടായിന്റെയും മഹീന്ദ്രന്റെ ഒക്കെ ഷോറൂംസ് കടന്നുപോയി. ഇവിടുത്തെ കിടക്കുന്നു ഹോണ്ടന്റെ ഷോറൂം. ഇനിയും കാണാം കുറെ എണ്ണം മുന്നോട്ട്. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാരിസ് എന്ന് പറഞ്ഞിട്ട് ഒരു മില്ല് കാണാം. ഒരു എഗ്രോ ഇൻഡസ്ട്രി എന്നൊക്കെ നമുക്ക് വേണം ഇതിന് പറയാം. BSc അഗ്രികൾച്ചറിൽ ഫൈനൽ ഇയറിലുള്ള ഇൻഡസ്ട്രിയൽ അറ്റാച്ച്മെന്റിന് എന്റെ പല ഫ്രണ്ട്സും ഇവിടുന്നായിരുന്നു ചെയ്തത്. ഇനി ഇവിടുന്നും നമ്മൾ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കേരള സിവിൽ സർവീസ് അക്കാഡമിന്റെ കോഴിക്കോടുള്ള സബ് സെന്റർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹോണ്ടന്റെ ബിൽഡിംഗ് കാണാം, ബെൻസിന്റെ ബിൽഡിംഗ് കാണാം. തൊട്ടപ്പുറത്ത് തന്നെ പോസ്റ്റ് ഓഫീസും ഉണ്ട്. പിന്നെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ടൊയോട്ട, ടാറ്റ, മാരുതി അരീന വിത്ത് ഡ്രൈവിംഗ് സ്കൂൾ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കാനറ ബാങ്ക്, യമഹ ഇതിന്റെ ഒക്കെ ഷോറൂം നമുക്ക് കാണാം. ഇനി അതുക്കും മേലെ ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് വെസ്റ്റിലുള്ള വിക്രം മൈതാനാണ്. കാർഗിൽ വാറിൽ ഫൈറ്റ് ചെയ്ത് ക്യാപ്റ്റൻ PV വിക്രമിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഗ്രൗണ്ടിന് വിക്രം മൈതാന് പേരിട്ടത്. ഈ ഗ്രൗണ്ട് ഇപ്പൊ മദ്രാസ് റെജിമെന്റ് ടെറിട്ടോറിയൽ ആർമിന്റെ കസ്റ്റഡിയിലാണ്. ഇവിടെ ഹെലിപാഡ്സ് ഉണ്ട്. സോ സ്പെഷ്യൽ ഒക്കേഷൻസിൽ പലപ്പോഴും VIPs ഒക്കെ ഇവിടെയാണ് ലാൻഡ് ചെയ്യാറ്. ആൻഡ് ഇത് കഴിഞ്ഞിട്ടുള്ള ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് വെസ്റ്റ് ഹിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്താം. വെസ്റ്റ് ഹിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയതാട്ടോ. ശരിക്കും വെസ്റ്റ് ഹിൽ എന്നാണ് പേര്. ഇനി ലൊക്കേഷൻ ചേഞ്ച്, സീൻ ചേഞ്ച്, അടുത്ത സ്ഥലം പിടിക്കാം. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ അടുത്ത ബസ് കയറി വേറൊരു സ്ഥലത്തോട്ടേക്ക് പോവുകയാണ്. ഇപ്പൊ അത്യാവശ്യം വെയിലുണ്ട്. ഞാൻ മാവൂർ റോഡ് ഇറങ്ങി. ഇതാട്ടോ സാഗർ ഹോട്ടൽ. നല്ല ടേസ്റ്റി ഫുഡൊക്കെ ഇവിടുന്ന് കിട്ടും. ആൻഡ് അവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് KSRTC ബസ് സ്റ്റാൻഡ് കാണാം. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡ്. പെയ്ഡ് പാർക്കിങ്ങും റെസ്റ്റ് റൂമും വീൽ ചെയർ ആക്സസിബിലിറ്റിയും പിന്നെ കുറച്ച് ചെറിയ ഷോപ്സ് ഒക്കെ ഉള്ള ഒരു കോംപ്ലക്സ് ആണ് ഇത്. ഇപ്പോഴതിനേക്കാൾ കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ടാവേണ്ടിയിരുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു ഇത്. ആൻഡ് ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് ഓട്ടോറിക്ഷ സ്റ്റാൻഡും കാണാം. ഓപ്പോസിറ്റ് അല്ല, അതിന്റെ താഴെ തന്നെ. അതിന്റെ ഓപ്പോസിറ്റ് കൈരളി ശ്രീ സിനിമ തിയേറ്റർ ആണ് ഉള്ളത്. കുറച്ചു മുന്നേ നമ്മൾ കണ്ടത് KSRTC ബസ് ഉള്ളിലോട്ട് കയറുന്ന വഴിയാണ്. ആൻഡ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് KSRTC ബസ് പുറത്തോട്ട് പോകുന്ന വഴിയാണ്. ആൻഡ് അവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹൽവ ഒക്കെ വാങ്ങാൻ കിട്ടുന്ന വലിയൊരു ഷോപ്പ് കാണാം. ഇതിന്റെ പേരാണ് ഹൽവ വാല. ആൻഡ് അടുത്ത് തന്നെ നല്ല ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് ഒന്നും ശ്രദ്ധ തിരിക്കാതെ നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നടന്ന് സ്റ്റേഡിയത്തിന്റെ അടിയിൽ വരെ എത്തിയിട്ടുണ്ട്. ഞാൻ മുന്നേ ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് EMS സ്റ്റേഡിയം. ഇത് താഴെ നിന്ന് നോക്കിയിട്ട് സ്റ്റേഡിയം ആയിട്ട് തോന്നിയില്ലെങ്കിൽ മേലോട്ടേക്ക് നോക്കിയാൽ മതി. ശരിക്കും സ്റ്റേഡിയം ആണ്. ഇതിന് ചുറ്റും ഫുൾ കടകളാണ്. കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷന്റെ ഓഫീസൊക്കെ ഉണ്ട്. ഇവിടെ കൂടുതലും ബുക്സിന്റെ കടകളാണ്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ തരം ബുക്സും ഇവിടുന്ന് കിട്ടും. സെക്കൻഡ് ഹാൻഡ് ബുക്സും കിട്ടും. പിന്നെ പെറ്റ് ഷോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് റിലേറ്റഡ് പീഡിയകളും ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് മാതൃഭൂമി ബുക്സ് കാണാം. നിങ്ങൾ ബുക്സ് ഒക്കെ വായിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ഈ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ബുക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് പോവാം. പിന്നെ ഇവിടെയാണ് അടുത്ത സിനിമ തിയേറ്റർ, കൊറോണേഷൻ തിയേറ്റർ. പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് DC ബുക്സ് കാണാം, സ്റ്റുഡിയോ കാണാം, അങ്ങനെ പലതും നമുക്ക് കാണാം. ഞാനിപ്പോ നടന്ന് ഏകദേശം മാനാഞ്ചർ എത്താനായിട്ടുണ്ട്. ആൻഡ് ഇവിടെ വന്നപ്പോഴാണ് എന്റെ ബാഗിന്റെ തുന്നി വിട്ടത് ഞാൻ ആലോചിച്ചത്. അപ്പൊ അതാ SM സ്ട്രീറ്റിന്റെ മുന്നിലുള്ള ഒരു ചേട്ടന്റെ കൈ കൊടുത്ത് ഫുള്ള് തുന്നി നല്ല പുതിയ ബാഗാക്കി തന്നു. ഇതൊരു സീന് ബാഗാണ്. ഇതിൽ കുറെ സാധനങ്ങൾ കൊള്ളും. അതുകൊണ്ട് ഞാൻ ഇതിന് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഇതിന്റെ തുന്നി പിടിപ്പിച്ചതാണ്. പിന്നെ SM സ്ട്രീറ്റിൽ വന്ന സ്ഥിതിക്ക് നമുക്കൊരു സൺഗ്ലാസും കൂടെ വാങ്ങാലോ. അങ്ങനെ ഒരു സൺഗ്ലാസും കൂടെ വാങ്ങി ഞാൻ ബസ് കയറി. ഇതാണ് നമ്മൾ വാങ്ങിയ പുതിയ സൺഗ്ലാസ്. മാറ്റ് ഫിനിഷുള്ള ബ്രൗൺ കളർ സൺഗ്ലാസ് ആണ്.
ആൻഡ് ഇവിടുത്തെ പരിപാടികളും നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. മുന്നിലിരുന്ന കുട്ടീന്റെ ബലൂൺ പറന്നു പോയപ്പോൾ ഞാൻ ചാടി പിടിച്ചതായിരുന്നു, അതുകൊണ്ടാണ് ക്യാമറ ഇങ്ങനെ കിടക്കുന്നത്. ആൻഡ് അത് തിരിച്ചു കൊടുത്തു, കുട്ടി ഹാപ്പിയായി. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളും എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ലൈക്ക്, ഷെയർ, കമന്റ്, പിന്നെ ഹൈപ്പ് ഒന്നും വിട്ടോണ്ട. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.